Magnetization. A magnetic field is produced by moving charges or currents. If you ask an average person what magnetism is, what would be his answer? നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൂവിങ് ചാർജസ്. പക്ഷെ നമ്മളൊരു കോമൺ മാൻ, ഒരു ആവറേജ് പേഴ്സണോട്, ഫിസിക്സുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഇല്ലാത്തൊരു വ്യക്തിയോട് എന്താണ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആൻസർ എന്തായിരിക്കും? വാട്ട് ആൻസർ യു എക്സ്പെക്ട്സ്? ഹിസ് മോസ്റ്റ് പ്രോബബിൾ ആൻസർ വിൽ ബി ദിസ്. അത് മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബാർ മാഗ്നറ്റ് പറയും, അല്ലെങ്കിൽ റിംഗ് മാഗ്നറ്റ് പറയും, ഓർ ഡിസ്ക് മാഗ്നറ്റിക് നീഡിൽ, ഓർ ഹോർഷൂ മാഗ്നറ്റ്. ഇപ്പൊ ആൻസർ ബേസിക്കലി കറക്റ്റ് ആണെന്ന് വെച്ചാൽ ദ ആൻസർ ഈസ് കറക്റ്റ്. ഇതെല്ലാം മാഗ്നറ്റ് ആണ്, ഈ മാഗ്നറ്റുകൾക്ക് എല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷെ നമ്മൾ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ദർ ഷുഡ് ബി മൂവിങ് ചാർജസ്. അപ്പൊ ഈ മാഗ്നറ്റുമായി കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ മൂവിങ് ചാർജസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ ഒബ്വിയസ് കണക്ഷൻ വിത്ത് മൂവിങ് ചാർജസ്. ദർ ഇസ് നോ ഒബ്വിയസ് കണക്ഷൻ, ഓർ ദർ ഇസ് നോ ഡയറക്റ്റ് കണക്ഷൻ വിത്ത് കറന്റ് ക്യാരിങ് വയർസ്. പ്രകടമായിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം അതിലില്ല. മൂവിങ് ചാർജസുമായി ബന്ധപ്പെട്ട് കണക്ഷൻസ് ഇല്ല, അല്ലെങ്കിൽ കറന്റ് ക്യാരിങ് വയേഴ്സുമായിട്ട് അതിന് കണക്ഷൻ ഇല്ല. യെറ്റ് ആൾ ആർ മാഗ്നറ്റിക്. മാഗ്നറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ ദേ ആർ മാഗ്നറ്റ്. അപ്പൊ ഇവിടെ ഒരു നമ്മൾ മനസ്സിലാക്കിയ കൺസെപ്റ്റുമായിട്ട് ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. ഒറിജിൻ ഓഫ് മാഗ്നറ്റിസം. മാഗ്നറ്റിസം ഒറിജിനേറ്റ്സ് ഫ്രം സ്പിൻ ആൻഡ് ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ. നമുക്കറിയാം ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് രണ്ട് മോഷൻ ഉണ്ട്. ഒന്ന് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, പിന്നെ ഒരു ഇലക്ട്രോണിന് ഉള്ള സ്പിൻ മോഷനും ഉണ്ട്. ഈ ഓർബിറ്റൽ മോഷനും സ്പിൻ മോഷനുമാണ് എല്ലാ മാഗ്നറ്റിക് മെറ്റീരിയലിലും മാഗ്നറ്റിസം ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇലക്ട്രോൺ ഇസ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇലക്ട്രോണിന്റെ മൂവ്മെന്റിനെ നമുക്കൊരു മോഷൻ ഓഫ് ചാർജ് ആയിട്ട് എടുക്കാം. സോ ഈ ചെറിയ ഒരു ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് വിൽ ഫോം എ ടൈനി കറന്റ്. ദീസ് കറന്റ് ലൂപ്സ് ആർ കാൾഡ് മാഗ്നറ്റിക് ഡൈപോൾസ്. നോർമലി they cancel each other because the random orientation of atoms. ആറ്റവും അതുപോലെ ഡൈപോളുകളൊക്കെ റാൻഡം ആയിട്ട് ഓറിയന്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നോർമലി അവ ക്യാൻസൽ ചെയ്യപ്പെടും. ബട്ട് വെൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്, എ നെറ്റ് അലൈൻമെന്റ് ഓഫ് ദീസ് മാഗ്നറ്റിക് ഡൈപോൾസ് ഒക്കേഴ്സ് ആൻഡ് ദ മീഡിയം ബിക്കം മാഗ്നറ്റിക്കലി പോളറൈസ്ഡ് ഓർ മാഗ്നറ്റൈസ്ഡ്. മാഗ്നറ്റിക്കലി പോളറൈസ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന സിംഗിൾ വേർഡാണ് മാഗ്നറ്റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ റാൻഡം ഓറിയന്റേഷൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലുള്ള ഒരു അലൈൻമെന്റ് ആയിട്ട് മാറും. Some material acquire a magnetization parallel to field and some material opposite to the field. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് അലൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പാരാമാഗ്നറ്റിസം എന്ന് വിളിക്കും. ഓപ്പോസിറ്റ് ആണ് അലൈൻമെന്റ് എങ്കിൽ നമ്മൾ അതിനെ ഡയാമാഗ്നറ്റ്സ് എന്ന് വിളിക്കും. ആൻഡ് എ ഫ്യൂ സബ്സ്റ്റൻസ് റിറ്റൈൻ their magnetization even after the external field has been removed, called ferromagnets. പാരാമാഗ്നറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യലി ഇത് റാൻഡം അറേഞ്ച്മെന്റ് ആയിരിക്കും. പക്ഷെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഡൈപോളുകൾ അലൈൻ ചെയ്യപ്പെടും. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അലൈൻമെന്റ് എല്ലാം നഷ്ടപ്പെട്ട് പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു പോകും. പക്ഷെ ചില മെറ്റീരിയലുകൾ ഇനീഷ്യലി അത് റാൻഡം അറേഞ്ച്മെന്റ് ഒക്കെ ആയിരിക്കും, പക്ഷെ അതിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ അലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അലൈൻമെന്റ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയില്ല. അത്തരം മെറ്റീരിയൽസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെറോമാഗ്നറ്റ്സ്. അടുത്ത ടോപ്പിക് ഡയാമാഗ്നറ്റ്സ്. Diamagnetic materials repelled by a magnetic field. Diamagnetism arises from the orbital motion of electron. ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഇലക്ട്രോണുകൾക്കും രണ്ട് മോഷൻ ഉണ്ട്. ഒന്ന് ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ, ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ, പിന്നെ ഇലക്ട്രോൺസിന്റെ സ്വന്തമായിട്ടുള്ള സ്പിൻ മോഷൻ ഓഫ് ഇലക്ട്രോൺ. ഇതിൽ ഓർബിറ്റൽ മോഷൻ കാരണമായിട്ടാണ് ഡയാമാഗ്നറ്റിസം അറൈസ് ചെയ്യുന്നത്. ഡയാമാഗ്നറ്റിസം അപ്പിയേഴ്സ് ഇൻ ആൾ മെറ്റീരിയൽസ് ആസ് ആൾ മെറ്റീരിയൽസ് അണ്ടർഗോ ദിസ് ഓർബിറ്റൽ റെസ്പോൺസ്. ഓർബിറ്റൽ മോഷൻ എന്ന് പറയുന്ന എല്ലാ മെറ്റീരിയൽസുകൾക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഡയാമാഗ്നറ്റിസം എല്ലാ മെറ്റീരിയലുകൾക്കും ബാധകമാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പാരാമാഗ്നറ്റിസം എന്താണെന്ന് ഞാൻ പറയുന്നു. But in paramagnetic and ferromagnetic substances, the diamagnetic effect is overwhelmed by much stronger effects caused by unpaired electron. പാരാമാഗ്നറ്റിക് മെറ്റീരിയലുകളും ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലുകളിലും അൺപെയർഡ് ഇലക്ട്രോൺസുകൾ ഉണ്ടാവും. ഈ അൺപെയർഡ് ഇലക്ട്രോണുകളാണ് പാരാമാഗ്നറ്റിസവും ഫെറോമാഗ്നറ്റിസവും കോസ് ചെയ്യുന്നത്. പക്ഷേ പാരാമാഗ്നറ്റിക് എഫക്ട് അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിക് എഫക്ട് ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഡയാമാഗ്നറ്റിക് എഫക്ട്. അതുകൊണ്ട് തന്നെ വീക്കർ ഡയാമാഗ്നറ്റിക് എഫക്ട് will be neglected in a paramagnetic or ferromagnetic substances. അഥവാ ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒരു മെറ്റീരിയൽ ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു മെറ്റീരിയൽ ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ that material should be purely diamagnetic. Despite its universal occurrence, a diamagnetic behavior is observed only in a purely diamagnetic material. Example, copper, bismuth, water. Simplify ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ there should not be any unpaired electron. Paramagnetism. Paramagnetism is a form of magnetism whereby some materials are weakly attracted by an external magnetic field.
പാരാമാഗ്നറ്റിസം റിപ്പൽ ചെയ്യായിരുന്നു മാഗ്നറ്റിക് ഫീൽഡിലെങ്കിൽ പാരാമാഗ്നറ്റിസം അട്രാക്ട് ചെയ്യാണ്, ഈവൻ ദോ ഇറ്റ്സ് എ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിന്റെ സ്ട്രെങ്ത്തും വീക്ക് തന്നെയാണ്, പക്ഷെ ഡയമാഗ്നറ്റിസത്തിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഹയർ. In a paramagnetic material, there are unpaired electron, that is, atomic orbital with exactly one electron. If there are paired electron, എന്താണ് സംഭവിക്കുക? Paired electron have intrinsic spin magnetic moment pointing in opposite direction, causing their magnetic field to cancel out. Paired electrons in intrinsic spin magnetic moment will be in opposite direction. സ്വാഭാവികമായിട്ട് അത് ക്യാൻസൽ ചെയ്യപ്പെടും. അതുകൊണ്ടാണ് പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിക്ക് അൺപെയർഡ് ഇലക്ട്രോണുകൾ വേണമെന്ന് പറയുന്നത്. An unpaired electron is free to align its magnetic moment in any direction. Unpaired electron സംബന്ധിച്ചിടത്തോളം അതിന്റെ magnetic moment ഏത് ഡയറക്ഷനിലും അലൈൻ ചെയ്യപ്പെടാം. When an external magnetic field is applied, this magnetic moment will tend to align themselves in the same direction as the applied field. നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ magnetic moment magnetic ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. എക്സാമ്പിൾ അലുമിനിയം, ഓക്സിജൻ.